നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരത്തിൽ ഇന്ന് FC ബാഴ്സലോണ ബെൻഫിക്കയെ നേരിടുകയാണ്. ബെൻഫിക്കയുടെ മൈതാനത്ത് ഇന്ത്യൻ സമയം രാത്രി 1:30 ഈ ഒരു മത്സരം ആരംഭിക്കുക. ഈ മത്സരത്തിന് എങ്ങനെയുള്ള 11 ആയിരിക്കും ഹൻസി ഫ്ലിക്ക് കളിക്കളത്തിലേക്ക് ഇറക്കുക? ആരാധകർ ആകാംക്ഷയോട് കൂടി നോക്കുന്ന ഒരു കാര്യമാണത്. മികച്ച പ്രകടനം തുടരുന്ന ബാഴ്സ ഈ കളിയും വിജയിച്ചുകൊണ്ട് നല്ലൊരു അഡ്വാൻറ്റേജോടുകൂടി ബെൻഫിക്കയുടെ മൈതാനത്ത് നിന്ന് മടങ്ങിക്കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ബാഴ്സയുടെ സ്ക്വാഡ് ഇപ്പോൾ ഈ മത്സരത്തിനായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് കുബാർസി, ബാൽദെ, റൊണാൾഡോ റൗഹോ, ഇനീഗോ മാർട്ടിനസ്, ഗാവി, ഫെറാൻ, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, റാഫീഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ, ഫെർമിൻ, കാസാഡോ, പൗ വിക്ടർ, ലാമിൻ യമാൽ, ഓൾമോ, ഫ്രങ്കി ഡിയോങ്, ക്യൂണ്ടെ, എറിക്ക്, ഷെസ്നി, കൊശൻ, ഫോർട്ട്, അതുപോലെ ജെറാഡ് മാർട്ടിൻ. ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഒരു പൊസിഷനിൽ മാത്രമേ ഹൻസി ഫ്ലിക്കിന് സംശയമുള്ളൂ. ബാക്കി 11 കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നാളത്തെ കളിയിൽ 11 എങ്ങനെയാണെന്ന് ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 11 താരങ്ങൾ ടീമിലുണ്ടാവും. അതാണ് എനിക്ക് പറയാൻ പറ്റിയത്. അതിനപ്പുറത്തേക്ക് ഇന്ന് എനിക്ക് മാച്ചിൻ്റെ ലൈനപ്പ് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ലഭ്യമാവുന്ന വിവരങ്ങൾ മുണ്ടോ ഡിപ്പോർട്ടിവോ ഒക്കെ നൽകുന്ന സൂചന അനുസരിച്ച് അവരുടെ സ്ക്വാഡിൽ ഒറ്റ കാര്യത്തിലെ സംശയങ്ങൾ ഇപ്പോൾ കോച്ചിനുള്ളൂ. ഗാവിയെ കളിപ്പിക്കണമോ ഡാനി ഓൾമോയെ കളിപ്പിക്കണമോ, അതിലൊരു തീരുമാനമായിട്ടില്ല. ബാക്കി അവരുടെ 11 ഇങ്ങനെയാണ്: ഷെസ്നി ഗോൾ കീപ്പറായിട്ട്, ഷെസ്നി, കൂണ്ടെ, കുബാർസി, ഇനീഗോ മാർട്ടിനസ്, ബാൽഡെ, ഫ്രങ്കി ഡിയോങ്, പെഡ്രി, ഗാവി ഓർ ഡാനി ഓൾമോ. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ദെൻ റാഫീഞ്ഞ, ലാമിൻ യമാൽ, ലെവൻഡോസ്കി. എന്തായാലും ഇന്ന് വിജയിച്ചുകൊണ്ട് മികച്ച ഒരു അഡ്വാൻറ്റേജ് റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ തന്നെ ബാഴ്സയ്ക്ക് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.